dears, welcome back to our channel. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ജംസ്യൂട്ട് ആണ്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഈ ജംസ്യൂട്ട് ചെയ്തിട്ടെടുക്കാൻ നോക്കാം. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ജംസ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സിബ്ബർ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ജംസ്യൂട്ട് ചെയ്തിട്ടെടുക്കാൻ നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 3 മീറ്റർ ലിനൻ കോട്ടൺ ആട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ടോപ്പിൻ്റെ പോർഷന് വേണ്ടിയിട്ട് നീളത്തിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തു, എഗെയിൻ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് 4 ആക്കിയിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ഏറ്റവും മുകളിലായിട്ടൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. അത് നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ടോപ്പിൻ്റെ ലെങ്ത് ആയിട്ടൊരു 13 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 13 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴോട്ട്. അത് നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. താഴെ ഒരു 2 ഇഞ്ചസ് നമുക്ക് തയ്യൽ തുമ്പിനായിട്ട് വിടണം, ഏറ്റവും താഴെയായിട്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഷോൾഡറിനായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഹാൾട്ടർ നെക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ താഴോട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ആയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴേക്ക്. ചെസ്റ്റിനായിട്ട് നമ്മളൊരു 10 ഇഞ്ചായിട്ടോ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചൊന്ന് ലൂസായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാറ്, ഞാനൊരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് ചെസ്റ്റിൻ്റെ അവിടേക്ക് വീഡിയോയിൽ കാണാൻ അതേപോലെ ഒന്ന് കർവായിട്ട് വരച്ചിട്ടെടുക്കുന്നുണ്ട്. ഡൗൺ വിഡ്ത്തായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ടോപ്പ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടം പോർഷൻ കട്ട് ചെയ്യണം. അതിനായിട്ട് ബാക്കിയുള്ള ക്ലോത്ത് ഏകദേശം 2 മീറ്റർ വരുന്നുണ്ട്. അതിനെ 4 ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ഏറ്റവും മുകളിലായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിലായിട്ട് വീഡിയോയിൽ കാണാൻ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നേരെ ഒന്ന് നീട്ടി വരച്ചെടുക്കുക. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി വേസ്റ്റിന് വേണ്ടി നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇപ്പുറത്തുനിന്ന് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴത്തോട്ട് ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗെയിൻ ക്രോച്ചേരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 15 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സെൻറ്ററിൽ നിന്ന്. നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇപ്പുറത്തുനിന്ന് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണാതെ പോലെ തന്നെ. എന്നിട്ട് എഗെയിൻ അതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കേവായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ക്രോച്ചേരിയ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. ഇനി ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 39 ഇഞ്ചസാണ് എടുക്കുന്നത്. 39 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴോട്ട് ലെങ്ത് ആയിട്ട്. അതുപോലെ തന്നെ ഡൗൺ വിഡ്ത്തായിട്ട് ഒരു 18 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 18 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ പോയിൻറ്റ്സും വീഡിയോയിൽ കാണാൻ അതേപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി താഴെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ വിടുന്നുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ നേരെ നീട്ടി വരച്ചതിന് ശേഷം ബാക്കിയുള്ള തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ പോർഷനും കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് 4 പോർഷൻസ് കിട്ടും. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ടോപ്പ് പോർഷൻ്റെ ആം ഹോളിൻ്റെ അവിടെ നമ്മളൊരു എക്സ്ട്രാ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതൊന്ന് ഫിനിഷ് ചെയ്തിട്ടെടുക്കുകയാണ്. ആദ്യം എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കാം നമുക്കിതൊന്ന് മറച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്ലോത്ത് ഒന്ന് മറച്ചിട്ടിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ മറിച്ചിട്ടു. ഇനി ഇതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലോത്ത് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം, ഒന്ന് ഫിനിഷ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ ആം ഹോൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലത്തെ വശം ഒരു 1 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അത് നേരെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് എൻ്റെ എഡ്ജ് വശം ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊരു ടണൽ ഉണ്ടാക്കിയെടുക്കണം. അതിലൂടെ നമുക്ക് ടൈ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോയിൽ കാണാൻ അതേപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം.
ആദ്യത്തെ 2 പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് 4 പോർഷൻ ഉണ്ട്, 2 പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ക്രോച്ച് ഏരിയാസ് തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ക്രോച്ച് ഏരിയ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബോട്ടം പോർഷനും ടോപ്പ് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതേ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു 2ൻ്റെ അടിവശത്ത്. ഇത് ആ 2 ഇഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി കണ്ടില്ലേ, നമ്മൾ ഈ 2 ഇഞ്ചിൻ്റെ എഡ്ജ് വശം മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ വേസ്റ്റിൽ ചുറ്റിയിട്ട് എടുത്തിരിക്കുകയാണ്. കറക്റ്റ് വേസ്റ്റിൽ ചുറ്റിയിട്ട് ആ അളവ് എടുത്തിരിക്കുകയാണ്. കാരണം നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻസ് കട്ടായി പോകും. അപ്പോൾ ഇത് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തു. ഇനി ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് 12 ഇഞ്ചസ് ലെങ്ത്തും അതേപോലെ വീതി 8 ഇഞ്ചുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 7 ഇഞ്ച് എടുക്കുന്നുള്ളൂ കേട്ടോ, വീതിക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള പോർഷനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കർവായിട്ട് ഞാൻ കറക്റ്റ് പോക്കറ്റിൻ്റെ സൈസും ഷേപ്പൊന്നും അല്ലെങ്കിൽ പോലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കർവായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുത്തു. നമ്മൾ ഇലാസ്റ്റിക് വെച്ചതിന് കുറച്ച് താഴെയായിട്ട് ഒരു 4-5 ഇഞ്ച് വിട്ടിട്ട് താഴെയായിട്ടാണ് നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോക്കറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളിതൊരു 5 ഇഞ്ച് വിടാം. കൈ നമുക്ക് എത്താവുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു 5 ഇഞ്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അത്രയും പോർഷൻ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് താഴെ മുതൽ 5 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് വിടാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് കണ്ടോ ഓപ്പൺ ആയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ഇതേപോലെ തന്നെ ബാക്ക് പോർഷൻ ചെയ്തിട്ടെടുത്ത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ടോട്ടൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇതേ മുകളിൽ നിന്ന് തുടങ്ങി നമ്മൾ ആംഹോളിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഇതേ ഇവിടെ വരുമ്പോൾ പോക്കറ്റ് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് എഗെയിൻ ഇതൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ലെഗിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. 2 സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് താഴെ ലെഗും കൂടെ ഒന്ന് ലെഗിൻ്റെ സെൻറ്റർ പോർഷൻ അവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ലെഗും സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തു. ഇനി ലെഗിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അതും കൂടെ ആയാൽ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ടൈ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ടൈ ഓൾറെഡി ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ടൈ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ടൈ വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഒരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഏറ്റവും മുകൾ വശത്ത്, അത് കൂടെ നമുക്ക് ടൈ ചെയ്തിട്ടെടുക്കാം. ടൈ എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല, കാരണം കുറേ വീഡിയോസിൽ കാണിച്ചുള്ളത് അതാട്ടോ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് എഗെയിൻ വീഡിയോ എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ വെച്ച് കൊടുത്തു. ഇനി താഴത്തിലും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടൈ ആയതുകൊണ്ട് നമുക്ക് ഊരാനും ഇടാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ക്യൂട്ടായിട്ട് തോന്നിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജംസ്യൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ ഫ്യൂച്ചറിലും വീഡിയോസ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ കിട്ടുള്ളൂ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.